ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ പറമ്പിക്കുളം ടൈഗർ റിസർവിലോട്ടാണ്. കേരളത്തിൻ്റേതാണെങ്കിലും തമിഴ്നാട്ടിലൂടെ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. പൊള്ളാച്ചിയിൽ നിന്നും അടുത്താണ് നമ്മുടെ ടൈഗർ റിസർവ്. ആദ്യം തന്നെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ നമ്മൾക്ക് നിശ്ചിത തുക അടയ്ക്കണം, ഉള്ളിൽ പോകണം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റുമുണ്ട്, അവിടെയും നിശ്ചിത തുക അടച്ച് ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് റിസപ്ഷൻ കാണാൻ പറ്റും. റിസപ്ഷൻ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പേപ്പറുമായി നമ്മളിവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ജംഗിൾ സഫാരി അലോട്ട് ചെയ്യുന്നതാണ്. ഒരാൾക്ക് 400 രൂപയാണ് ടിക്കറ്റ് ഫീ. കുട്ടികൾക്ക് 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മടിയിലിരുത്താമെങ്കിൽ അവർ ടിക്കറ്റ് നിർബന്ധമില്ല. കൂടാതെ തന്നെ അവിടെ അടുത്ത് തന്നെ ബൈസൈക്കിൾ റൈഡുമുണ്ട്, ആ ടൈം കോമ്പൻസേറ്റ് ചെയ്യാൻ. പാലക്കാടായതുകൊണ്ട് ചൂടിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ കേരള ഗവൺമെൻറ് ഒരു യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ്. നമുക്ക് കിട്ടിയത് ഫാൽക്കൺ എന്നുള്ള ഒരു ബസ്സായിരുന്നു. സീറ്റ് നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ അധികം തിരക്ക് പിടിക്കാതെ തന്നെയാണ് നമ്മൾ ഉള്ളിൽ ചെന്നത്. നമ്മളെ കൂടാതെ തന്നെ ഒരുപാട് പേര് അതിനുവേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. விலங்குகள் பார்க்கணும். நானும் அவரோ என்ன சொல்லும் போது கேட்டுங்க, விலங்குகள் உங்களை பார்க்கணும்னு கொஞ்சம் சைலண்டா இருக்கணும், சரிங்களா? 5 பிளேஸ் இருக்கு, 2 டேம், 2 வியூ, ஏஷாவில் ஒரு பெரிய தேக்கு கன்னிமரா ட்ரை சொல்லிட்டு இந்த 5 பிளேஸ்ல 10 நிமிஷம் வண்டி நிற்கும். உங்களுக்கு ஏதாவது டவுட் இருந்தால் கண்டிப்பா கேட்கலாம், சரிங்களா? ஏன்னா நம்ம வண்டி ரன்னிங்ல போகும்போது பேசிட்டே இருக்க முடியாது. முன்னாடி பேசினா உங்களுக்கு கேட்காது, உங்களுக்கு பேசினா சென்டர் கேட்காது. ஒவ்வொரு பிளேஸ்ல வண்டி நிற்கும் போது உங்களுக்கு டவுட் இருந்தால் கண்டிப்பா கேட்கலாம். பிளாஸ்டிக் மெயின் வெளியே போட்டுறாதீங்க. യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല മൃഗങ്ങളെ, കാരണം വളരെ ചൂടായതുകൊണ്ട് എല്ലാം ഉൾക്കാട്ടിലോട്ട് പോകുമെന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. പക്ഷേ കയറിയ ഉടനെ തന്നെ നമുക്ക് മാനുകളെ കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയാകട്ടെ ഒരു കാടിൻ്റെ സൗന്ദര്യം നമുക്ക് ബസ്സിനകത്ത് നിന്ന് മുഴുവനായി ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഈ യാത്ര. കൂടാതെ ഇവിടെ ഒരുപാട് സ്റ്റേ അറേഞ്ച്മെൻറ്റ്സും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായി നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അതിൻ്റേതായ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ കോട്ടേജ് അലോക്കേറ്റ് ചെയ്ത് കിട്ടും. നമുക്ക് സെലക്റ്റീവാണ്, അത് ഇൻക്ലൂഡിങ് ഫുഡാണ്. ഞങ്ങളുടെ ബസ്സിൽ വന്ന കുറച്ച് പേരും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ അവിടെ ഇറക്കി വിട്ട ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങി. അവിടെ 1-2 കോട്ടേജ് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. നമ്മൾ ആദ്യം ചെല്ലുന്ന വ്യൂ പോയിൻ്റ് തുണക്കടവ് ഡാമാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ നമുക്ക് കുറച്ച് മരയണ്ണാനെ കാണാൻ പറ്റും. അത് വളരെ സൈലൻ്റ് ആയിരുന്നു. നമ്മളെ കണ്ട ഉടനെ തന്നെ അത് നെക്സ്റ്റ് മരത്തിലോട്ട് പോകാനുള്ളൊരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ഞങ്ങൾ നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഡാമിൻ്റെ അടുത്ത് ചെന്നു. എന്ത് പറയാം, ഒരു തരം മനോഹാരിത അത് വിശദീകരിക്കാനാവാത്തതാണ്. പറമ്പിക്കുളം ഡാമിൽ നിന്ന് തുരങ്കം വഴിയാണ് ഈ ഡാമിലോട്ട് വെള്ളം എത്തിക്കുന്നത്. ഒത്തവേനലിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വെള്ളം അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ അല്ലിക്കുട്ടി ഇവിടെ ആഘോഷിച്ചിരിക്കുകയായിരുന്നു. പുള്ളിക്കാരി വളരെ എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു. എല്ലാവരോടും ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. നമുക്കതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ചെന്നിറങ്ങിയത് പറമ്പിക്കുളം ടൗണിലാണ്. അവിടെ അത്യാവശ്യം നമുക്ക് റിഫ്രഷ്മെൻറ്റിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടായിരുന്നു. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റൊന്നും അവിടെ നമ്മളിടാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്, മൃഗങ്ങൾക്കാണെങ്കിലും അവിടുത്തെ ആൾക്കാർക്കാണെങ്കിലും. നമ്മളോട് അവർ പറഞ്ഞത് അവിടുത്തെ ആൾക്കാരെല്ലാം ഒരു ട്രൈബൽ കോളനിയിൽ അത്യാവശ്യം ഒരാൾക്കെങ്കിലും ഒരു ജോലി അവിടെ കൊടുത്തിരിക്കും. പിന്നെ ഞങ്ങൾ അങ്ങനെ പറമ്പിക്കുളത്തിൻ്റെ മേജർ ഡാം ഏരിയയിലെത്തി. അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം പറമ്പിക്കുളം ഡാമിൻ്റെ ഒരു ഭംഗി. വളരെ മനോഹരിതമായിരുന്നു ആ ഒരു ലൊക്കേഷൻ. അടുത്ത് നമ്മൾ പോകുന്നത് കണ്ണിമര ടീ പോയിൻറ്റിലോട്ടാണ്. അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ വളരെ ഒരു രസകരമായ ഒരു കഥയാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഇവിടുന്ന് തേക്കെല്ലാം കടത്തി കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു മരം അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ബ്ലഡ് ടൈപ്പ് ലിക്വിഡ് വന്നെന്ന് പറഞ്ഞ് അവിടുത്തെ ട്രൈബൽസ് ഇത് കട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പ്രിസർവ് ചെയ്തൊരു മരമാണിത്. ഏകദേശം 456 വർഷത്തോളം പഴക്കമുണ്ട്. കൂടാതെ ചുറ്റും നോക്കിയപ്പോൾ നമുക്കൊരു തരം പഴം കാണപ്പെട്ടു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പാണപ്പഴം എന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. വളരെ ടേസ്റ്റുള്ളതാണ്, പക്ഷേ പഴുക്കാത്താണെങ്കിൽ ഒരു തരം കശപ്പും ഉണ്ടാവും. തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ അവിടെ നമുക്ക് ബൈസൺസിനെ കാണാം. ബൈസൺ അല്ല, നമ്മൾ പറഞ്ഞത് അവരത് ക്ലാരിഫൈ ചെയ്തു തന്നു, വൈൽഡ് ഇന്ത്യൻ ഗോറായിരുന്നു അത്. ആ നോട്ടം കണ്ടപ്പോൾ അവർക്ക് നമ്മളോട് എന്തോ പറയാനുള്ളത് പോലെ തോന്നി. ഏകദേശം ഒരു 6 മണിയോടെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്തിയപ്പോൾ തന്നെ നമ്മുടെ ദേശീയ പക്ഷി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിന് പോയി എവിടെ പോയി എന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും അതിനകത്തുള്ള സമയം അല്ലിക്കുട്ടി വളരെ സന്തോഷിച്ച് കളിച്ച് രസിച്ച് എല്ലാവരോടും ഇരുന്നു. കൂടാതെ ഈ യാത്രയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിൽ കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് സിയ ഫാംസ്.